സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. ഊർജ്ജ സംരക്ഷണ ആഹ്വാനവുമായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു. രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ വകുപ്പും വള്ളത്തോൾ നഗർ പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു. പുതിയൊരു സംരംഭമായിട്ടാണ് കടന്നു വന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഊർജം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ജ്യോതി കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ LED ബൾബുകൾ ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കനത്ത ചൂടുള്ള സമയമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ മണിക്കൂറുകളോളമാണ് നമ്മുടെ പവർ കട്ട് നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള പുതിയ സംവിധാനങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമായി മാറിയത്. നിങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ അടുത്തുള്ള എയർപോർട്ട് സോളാറിലാണ് മുഴുവൻ വൈദ്യുതി ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുക. അതെല്ലാം പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് വന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പുതിയ പുതിയ വീടുകൾ വരുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെല്ലാം സോളാറിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് കറണ്ട് സംരക്ഷിക്കാനും ഊർജ്ജം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അക്കാദമിക് ഡയറക്ടർ റവണൻ ഫാദർ ജോസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ജെൻസൺ ജോസ്, 13ാം വാർഡ് മെമ്പർ താജു നിസ, ഡോക്ടർ ഷിജോ വി എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സ്വയം തന്നെ ഉണ്ടാക്കിയ LED ബൾബുകൾ ഓരോ വീടുകളിൽ ചെന്ന് വിതരണം ചെയ്യുന്നതോടൊപ്പം ഊർജ്ജ സംരക്ഷണം, ഗാർഹികോപകരണങ്ങളുടെ റിപ്പയറിംഗ്, വയറിംഗ്, അടിസ്ഥാന തത്വങ്ങൾ, ആധുനിക ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ ഉപയോഗരീതി എന്നിവയെക്കുറിച്ചുള്ള അറിവ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനായുള്ള ലഘുരേഖകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ 60 വിദ്യാർത്ഥികൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രാമങ്ങളിലെ വീടുകൾ കയറിയിറങ്ങി ഊർജ്ജ സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജെൻസൺ ജോസ്, ഡോക്ടർ ഷിജോ വി, അനു സണ്ണി, ജിതിൻ കെ ജോസ്, സലീം എം, സാൻഡോ, വിദ്യാർത്ഥി കോർഡിനേറ്റർമാർ സൂര്യനാരായണൻ, ആര്യനന്ദ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് ജോലി സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള കടപ്പാട് പല വിധത്തിലും പ്രകടമാക്കാൻ ഞങ്ങൾക്ക് ചുമതലയുണ്ട്, കടമയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്നോണമാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഏറ്റെടുത്തത്. ഇന്ന് ലോകത്തിലെ എഞ്ചിനീയറിംഗ് ആവശ്യങ്ങളിൽ, എഞ്ചിനീയറിംഗ് മാത്രമല്ല മറ്റു മേഖലകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഊർജ്ജോൽപാദനവും അതിൻ്റെ സംരക്ഷണവുമാണ്. എഞ്ചിനീയറിംഗ് തന്നെ ഇപ്പോൾ പലരും പറയാറുണ്ട് 3-4 മേഖലകളിലാണ് ഊർജ്ജോൽപാദനമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഒരു ബയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതേപോലെ ഒരു മെറ്റൽസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്ന അതോ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ സാധനങ്ങൾ, വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളൊരു മേഖലയുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് കൂടുതൽ ഊർജ്ജം. പക്ഷെ പലപ്പോഴും ഉണ്ടാക്കുന്ന ഊർജ്ജം നാം പല വിധത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടും അറിവില്ലാത്തതുകൊണ്ടും നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അതിലെ ഒരു ഊർജ്ജ മേഖലയാണ് വൈദ്യുതി. വൈദ്യുതി നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ട്രീറ്റുകളിലൊക്കെ പകൽ പോലും കത്തിക്കിടക്കുന്നത് കാണാം. ന്യൂസ് ഡെസ്ക് CCV.